സിനിമയുടെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ മാതിരി 2022 തുടങ്ങിയ പടമാണ്. 2022 ഇവരൊരു സോങ്ങേ ഷൂട്ട് ചെയ്തുള്ളൂ. പഴയ പടമല്ല. 10-12 വർഷം മുന്നേ താര ചോദിച്ചൊരു ചാൻസ് ആണ് അജയോട്. അന്ന് മോളെ നീ എത്രാം ക്ലാസ്സിലാ? അപ്പം അതാ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു ദുഃഖമുണ്ട്. ഒന്നുമില്ല, കണ്ണുകൾ കണ്ടിട്ട് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ നോക്കിയത്. സലീമേട്ടൻ്റെ മോൻ്റെ കണ്ണുകൾ ഇതുപോലെയാണ് ചന്തുവിൻ്റെ. ഇപ്പൊ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് എവിടെ പരിചയമുണ്ടോ? അതന്നെ, ഇയാളോ ചന്തു? അല്ല, ഞാൻ മീശോ. ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയായിരിക്കും, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷേ അത് അഭിനയിക്കാനുള്ള ഒരു പ്രചോദനം, നമുക്കൊരു ഊർജം തരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിലേക്കുന്ന ഒരു ചായ തരുന്നൊരു പയ്യന് വരുന്നുണ്ട്. എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് പടം, സിനിമ, നടനൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പ്രായമായി ലുക്ക് പിടിക്കുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വന്നു. ഇപ്പൊ അത് ഭയങ്കരമായിട്ട് ബാക്കോട്ട് വന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇത് നല്ല ഒരു സംഭവമല്ലേ, നല്ല രസമുണ്ട്, സുന്ദരൻ. കുടിയുള്ള അജുനെ നമുക്ക് കാണാലോ, നേരത്തെ കാണാലോ. അതെ, ഇത് വേറെ സംഭവം. ആ സത്യം, നിഷ്കളങ്കനായ ഒരു മോട്ട. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ അതാ വീണ്ടും ഒരു പുതിയ സിനിമ വിശേഷമായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ആമോസ് അലക്സാണ്ടർ സിനിമയുടെ പേര്. ഇതിന്റെ ഇൻട്രോ ജാഫർക്ക് ഇഷ്ടമായി. താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നുമില്ല, കണ്ണുകൾ കണ്ടിട്ട് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ നോക്കിയത്. സലീമേട്ടന്റെ മോന്റെ കണ്ണുകൾ ഇതുപോലെയാണ് ചന്തുവിന്റെ കണ്ണ്. ആ മോന്റെ കണ്ണ്. ഞാൻ ഈ കൊച്ചനെ ഇപ്പൊ കയറി വന്നപ്പോ തന്നെ എനിക്ക് എവിടെ പരിചയമുണ്ടോ? അതന്നെ, ചന്തുവിന്റെ ഒരു ഷേപ്പില്ലേ ഉണ്ട്. ഇയാളോ ചന്തു? അല്ല, ഞാൻ മീശോ. അപ്പൊ എന്തായാലും എന്തായിരുന്നു? ഓക്കെ, അപ്പൊ ഈ സിനിമയുടെ വിശേഷം ബാക്കി. ഓക്കെ, അപ്പൊ ഈ സിനിമയുടെ വിശേഷം നമ്മളോടൊപ്പം ചേർന്നത് ഇനിയിപ്പോ പരിചയപ്പെടുത്താനൊന്നും വരും. നമ്മുടെ സ്വന്തം നമ്മുടെ ജാഫ്രിക്കയുണ്ട്, താരയുണ്ട്, അജുവേട്ടനുണ്ട്. എന്തായാലും വെൽക്കം ടു അവർ ഷോ. എന്തായാലും ഒറ്റ കാര്യം, ജാഫ്രിക്ക, നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ എന്താ പറയുമോ, ഒരു 2000 കാലഘട്ടത്തില് ഒരു നമ്മളെ മഞ്ഞിമ പള്ളിപ്പെരുന്നാളുണ്ട്, ഭയങ്കര ഒരു 14,000 ആൾക്കാർ കൂടുന്നു ആ പരിപാടിക്ക്. ആ പരിപാടിക്ക് കലാഭവന്റെ മിമിക്സിന് വന്നിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ചുമന്ന നിക്കറൊക്കെ ഇട്ടിട്ട് ഒരു റെസ്ലിംഗ് നടത്തുന്നുണ്ട് നിങ്ങൾ, കട്ടപ്പനയിലെ കുട്ടപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം സ്കൂളിലൊക്കെ വരുമ്പോൾ പിള്ളേര് കംപ്ലീറ്റ് സംസാരിക്കുന്ന ഈ കഥയും ഈ വിശേഷവും ഒരു നാടിനെ മൊത്തം ചിരിപ്പിച്ച് അവരൊരു ആരാധകരാക്കിയിട്ട് പോയവരാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആ കാലം അങ്ങനെയാ മോനെ. ആ കാലത്ത് നമ്മളങ്ങനെ ഒത്തിരി നമ്മളായിരുന്നു മെയിൻ കലാഭവനില് ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ ഷാജോണ് കോമഡി പരിപാടി ഇല്ല, ഇപ്പോഴത്തെ പോലെ നമ്മുടെ സ്കിറ്റുകളില്ല. ഇതൊന്നുമില്ല. ഈ അന്ന് ഗാനമേളയ്ക്കും മിമിക്രിക്കും ഭയങ്കര ആളാകുന്ന ഒരു ഭയങ്കര സാന്നിധ്യമുള്ള സമയമാണ്. നാടകം നല്ലല്ലേ? നാടകമൊക്കെ നല്ലല്ലേ? പക്ഷെ നാടകമൊക്കെ ഒന്ന് ഒതുങ്ങിപ്പോയി. എനിക്കൊരു ദുഃഖമുണ്ട്. വലിയ വലിയ കലാകാരന്മാരൊക്കെ വീട്ടിൽ പണിയില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്. കാരണം ഒരു കാലത്ത് നാടകം ഒതുങ്ങി. മിമിക്രി കാരണം, ഞങ്ങളുടെ ഈ മിമിക്രി പരിപാടി കാരണം നാടകം മാറ്റി ഗാനമേള ഇതൊക്കെ ആയിട്ട് കൂട്ടിക്കുറച്ച് അങ്ങനെ. അപ്പൊ അവരോട് മാപ്പ് പറയാ, ശരിക്കും സത്യം പറയാ. ഈ നാടകന്മാരെ അവരൊന്ന് അനുഭവിച്ചു. അത് തന്നെയല്ല, അവരെ പണ്ട് തൊട്ടേ അനുഭവം അവർക്ക് നാടകത്തിന് ഈ പറയുന്ന മിമിക്രിക്കാരുടെ ശമ്പളവും സിനിമാക്കാരുടെ ശമ്പളമൊന്നും ഇല്ല. അന്നത്തെ കാലത്ത് 40 രൂപ 20 രൂപ ഒക്കെ അഭിനയിച്ച എൻ്റെ പല സുഹൃത്തുക്കളോട് പറയാനുണ്ട്. 40 രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ 40 രൂപ മാറി, എല്ലാം മാറി. ഇപ്പം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു നാടക നടന്, ഒരു ടോപ്പ് ഒരു ആക്ടർക്ക് ഇപ്പോൾ നാടകത്തിൽ കൊടുക്കുന്ന ചിലപ്പോൾ 5000 രൂപ ആയിരിക്കും എൻ്റെ വിശ്വാസം. ഒരു മെയിൻ നടന് അന്ന് 100 രൂപ, ഒരു 5000 രൂപ ആയിരിക്കും, ചിലപ്പോൾ 10,000 രൂപ ആയിക്കോട്ടെ. അവർക്കൊരു 50,000 രൂപ, ഒരു 2 ലക്ഷം രൂപ എനിക്ക് സന്തോഷമാണ്. അപ്പം ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ മിമിക്രി ഇങ്ങനെ കയറി പോകുന്നത്. അതിനകത്ത് എൻ്റെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൊച്ചിൻ കലാഭവനിൽ മുമ്പ് ഞാൻ കളിച്ച ജോക്സിൻ്റെ എന്ന് പറഞ്ഞ കലാഭവൻ റഹ്മാനക്കാട്
ട്രൂപ്പില്. അതിനു മുമ്പ് ഞാൻ ഈ മാട്ട പരിപാടിയൊക്കെ 4 പേരൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രൊഫഷണലായിട്ട് കളിച്ച് അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലാണ്. ആ കാലഘട്ടത്തിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് വന്ന കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ കൊച്ചിൻ കലാഭവനിലെത്തി 2002. അവിടെ നിന്ന് 2000 ഒരു പടം ചെയ്തു. നായകനായിട്ട് തന്നെയാണ്. 3 നായകന്മാർ വന്നതിൽ ഒരു നായകനാണ്. 2 നായകന്മാർ നല്ല അവരിക്കുമ്പം ഒരു ചെറിയ നായകൻ കോമഡി ആയിട്ട് ഇരിക്കൂലേ, കാരണം ഓക്കെ ചാക്കോ കൊച്ചിന് മുമ്പേ 2000 ചെയ്തു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് സിനിമയിലേക്ക് വന്ന് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നു അവസാനം. താര, എന്താണ് ഈ സിനിമയുടെ എക്സ്പീരിയൻസ് പറഞ്ഞത്? സിനിമയുടെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ മാതിരി 2022 തുടങ്ങിയ പടമാണ്. അവിടെ നമ്മൾ ഓൾ ഇന്ത്യ ഫുൾ ബൈ റോഡ് ട്രാവൽ ചെയ്ത് കുറേ പോർഷൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ഈ 2024 തിരിച്ച് നമ്മളിത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് കണ്ട സ്വപ്നം ഇന്നിപ്പോ ഇവിടെ വന്നിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. 2022 ഇവരൊരു സോങ്ങേ ഷൂട്ട് ചെയ്തുള്ളൂ, പ്രൊഡ്യൂസറെ കാണിക്കാൻ. പഴയ പടമല്ല, ഒരു സോങ് മാത്രം തുടങ്ങിയ പ്രൊഡ്യൂസറെ കാണിക്കാൻ. ഇതിന്റെ ഈ ക്യാരക്ടറിന്റെ ഒരു ട്രാവൽ ഉണ്ട്, മേരി എന്ന് പറഞ്ഞ. ആ ട്രാവലിന് ഡയറക്ടർ അവർക്ക് ഈ 2 മണിക്കൂർ 10 മിനിറ്റുള്ള സിനിമയിൽ 10 മിനിറ്റ് ഉണ്ടാവും. 10 മിനിറ്റ് ആ 2 പാട്ടുകൾ. അത് വേറൊന്നുമല്ല, അവർക്ക് അന്ന് കിട്ടിയ എന്തോ 5-10 ലക്ഷം രൂപയ്ക്ക് ആകെ കിട്ടിയത് വെച്ച് അവര് ചെയ്തു തുടങ്ങി. പ്രൊഡ്യൂസറെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു, കിട്ടിയില്ല, ശ്രമം ഉപേക്ഷിച്ചില്ല, കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ജാഫ്രിക്ക വഴി യാത്ര ഇപ്പോൾ ഇരിക്കുന്ന അഷ്റഫ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ കഴിഞ്ഞ വർഷം ഈ സിനിമ നവംബറിൽ ഷൂട്ടിംഗ് ആക്ച്വലി ടോക്കി പോർഷൻസ് ആരംഭിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ ഷൂട്ട് കഴിഞ്ഞു. ജനുവരി 1 പാക്കപ്പ്. അജുടാ, നിങ്ങളെ കാണുമ്പോൾ ഓരോ ടൈമിലും ഓരോ ലുക്കാണ്. എനിക്ക് ഓരോ പടത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പ്രായമായ ലുക്ക് പിടിക്കേണ്ടത്, നിങ്ങൾ തിരിച്ചു വന്നു. ഇപ്പൊ അത് ഭയങ്കരമായിട്ട് ബാക്കോട്ട് വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ പക്ഷെ ഇത് നല്ല ഒരു സംഭവമല്ലേ, നല്ല രസമുണ്ട്. സുന്ദര മുടിയുള്ള അജുനെ നമുക്ക് കാണാലോ, നേരത്തെ കാണാലോ. അതെ, ഇത് വേറെ സംഭവമല്ലേ. സത്യം, നിഷ്കളങ്കനായ ഒരു മോട്ട. എന്താണ് ഈ ലുക്കിന്റെ? സർവമായക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ്. പിന്നെ അവിടെ നിന്ന് കണക്ട് ചെയ്യും വളരാനുള്ള ടൈമിന് മുന്നേ ബാക്കി കുറച്ച് സിനിമകളോട് ചെയ്തു. പിന്നെ അതിന്റെ കണ്ടിന്യൂറ്റി വന്നു. അപ്പം അങ്ങനെ സംഭവിക്കും. പിടിച്ചോളെ, ഈ ഏതെങ്കിലും പടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലുക്ക് ചെയ്യുമ്പോൾ ഇത് കൊള്ളാടാ എന്ന് പറഞ്ഞിട്ട് അടുത്ത പടത്തിന് വേണ്ടി പെട്ടെന്ന് ആ ലുക്ക് മാറ്റേണ്ടി വരുമ്പോൾ ഒരു വിഷമം ഉണ്ടാവാറുണ്ടോ? ഇല്ല. എനിക്ക് റിയൽ ലൈഫിലെ ലുക്കിൽ ബോധേഡല്ല. ആക്ച്വലി എനിക്ക് ഡ്രസ്സിങ്ങോ ലുക്സോ ഒന്നും നമുക്ക് എന്തായാലും അല്ല. അത് തന്നെയല്ല, ഒരു നിസ്സാര സംഭവം ഒരു ലുക്കിൽ നിന്ന് വേറൊരു ലുക്കിലേക്ക് മാറുന്ന ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അപ്പം നമുക്ക് നിസ്സാരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം ഇദ്ദേഹത്തിന് ഒരു വിഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുള്ളി വേറെയാവും. അങ്ങനെയൊക്കെ അവർ വലിയ ഘടകമല്ലേ, ഒരു ഘടകമാണ്. അപ്പം നമുക്ക് അങ്ങനെ ഇപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ചില പടങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഇപ്പൊ ഭയങ്കരമായിട്ട് അവരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ഒരുപാട് പേരെ കൊണ്ട് അവര് വലിയ ഘടകമാണ്. സിനിമയുടെ ബാക്കിൽ ക്യാമറയുടെ ബാക്കിൽ എല്ലാവരും ഘടകമാണ്. അത് തീർച്ചയായിട്ടും വലിയ ഘടകമാണ്. ക്രിക്കറ്റ് പോലാണോ, എല്ലാരും ഫീൽഡ് ചെയ്തേ പറ്റൂ. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഫുട്ബോൾ പോലെ സ്പോർട്സ് പോലെയാണ്. ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയായിരിക്കും, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷെ അത് അഭിനയിക്കാനുള്ള ഒരു പ്രചോദനം, നമുക്കൊരു ഊർജം തരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ബാക്കിലേക്കുന്ന ഒരു ചായ തരുന്നൊരു പയ്യല് വരുന്നുണ്ട്. എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് പടം സിനിമ നടനൊക്കെ ആണെന്നേ ഞാൻ എൻ്റെ ചിന്തയാട്ടോ. അല്ലത് വെറും വാക്കൊന്നുമല്ല, അല്ലാതെ തീർച്ചയായിട്ടും ഓരോരുത്തർക്ക് അവരുടേതായ ജോലി, അത് വളരെ ഇമ്പോർട്ടന്റ് ജോലി. അവരവർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഊർജ്ജം കിട്ടും. അതെ, അല്ല ഇപ്പൊ ഈ പേരെടുത്ത് പറയുമ്പോ തന്നെ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ ഒരു വലിയൊരു ആശ്വാസം. അങ്ങനെയും കുറച്ച് ആൾക്കാർ പെട്ടെന്ന് പറയാം, സൗണ്ട് എഞ്ചിനീയേഴ്സ്, ഡബിങ് എത്ര ഇമ്പോർട്ടന്റ് ജോലിയാണ്. തീർച്ചയായിട്ടും പോസ്റ്റർ ഡിസൈനിങ്ങിനും VFX-നും ഒന്നും എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡ് അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അത് ഭയങ്കര ഒരു മാറേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോകുന്നത് അതിന്റെ പോസ്റ്ററിലൂടെയാണ്. ആ സിനിമ പ്രേക്ഷകർ ടിക്കറ്റ് എടുക്കണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുന്ന അവിടെയാണ് ഇപ്പോഴത്തെ കാലത്ത്. അപ്പം അത് ഒക്കെ മാറാം
മാറി മറിയും. കറങ്ങി തിരിച്ചു വരണം, എല്ലാം വരട്ടെ, എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻസ് കിട്ടട്ടെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും. ജാഫർ ഖാന്റെ ഈ പടത്തിലെ ക്യാരക്ടർ എന്താണ്? ആമോസ് അലക്സാണ്ടർ. അലക്സാണ്ടർ അയാളെന്നാ പറയണേ. ഡയറക്ടർ പറയണ ഞാനാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒന്നിലും ഇദ്ദേഹം അല്ലെങ്കിൽ ഷാജോ അറിയാൻ പാടില്ല. പക്ഷെ നേരിക്ക് അറിയാം, നേരി പറയുന്നില്ല. ആമോസ് അലക്സാണ്ടർ ആരാന്ന് പറയുന്നില്ല. അതാണല്ലോ സിനിമ. അതാണ് സിനിമ. ബാക്കി നായിക പറയുന്നത് ബാക്കി സ്ക്രീനിൽ കാണാം. ഈ നായികയുടെ വല്ലാത്തൊരാവശ്യമായ സിനിമയിൽ, അതായത് എൻ്റെ കാമുകിയ അല്ലെങ്കിൽ ടു ബി വൈഫ് എന്താ പറയുന്നത്, ഫിയാൻസി എന്ന് പറയാം. ലിവിങ്ങിലാണ് നിങ്ങളിപ്പം, കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ സമയത്ത് ആ സാഹചര്യത്തിൽ ഞാനൊരു മീഡിയയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ മീഡിയയിലാണ് വർക്ക് ചെയ്യണേ. ഞാൻ ക്യാമറാമാനാണ്, ഇദ്ദേഹമാണ് ജേർണലിസ്റ്റ് എന്താ പറയുക, റിപ്പോർട്ടർ. ഇദ്ദേഹത്തിൻ്റെ ഞങ്ങൾക്ക് ബോംബെയിലോട്ട് മാറാം എന്നുള്ളൊരു തീരുമാനത്തേക്ക് ഫോർ ബെറ്റർ ലൈഫ് സ്റ്റൈൽ, സാലറി ഒക്കെ. അപ്പോഴാണ് പുള്ളിക്കാരുടെ ഒരു ആവശ്യമില്ലാത്തൊരാഗ്രഹം, അതായത് വർഷങ്ങളായിട്ട് പല 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 റേപ്പ് കേസുകളിൽ എത്രയോ ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം. ആ പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുന്ന ഒരാളാണ് ഈ മനുഷ്യൻ. വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല, പെട്ടെന്ന് കാര്യമുണ്ടോന്ന് ചോദിച്ചില്ലേ? അങ്ങനെ കണ്ടുമുട്ടാനൊരു കാര്യമുണ്ട്. ആ കാര്യം സിനിമ. എന്തിനാ ട്രെയിലർ കാണണേ? നീ ഒരു സാധനം മതി. മേരി എന്തിനാ ഇയാളെ വിളിച്ച? അദ്ദേഹം ക്യാമറ. ഞാൻ പറഞ്ഞതാ വേണ്ട മേരി. അവസാനം മേരി വിളിച്ചു അല്ലേ? എന്തായാലും അടിപൊളി. അപ്പൊ മൊത്തത്തിൽ എനിക്ക് എൻ്റെ DOP ആണെങ്കിലും എല്ലാ സൈഡും അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ ട്രെയിലർ ജസ്റ്റ് കണ്ടായിരുന്നു. ഗംഭീരമായിട്ടുണ്ട്. ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ പറയാം ഈ തിയേറ്ററിലേക്ക്. നല്ല വർക്കാ പ്രമോദ്. സോങ് ആണെങ്കിലും മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്. ചെറിയ സിനിമ എന്ന് ഇൻ ടേംസ് ഓഫ് ഇതിൻ്റെ ഒരു ബഡ്ജറ്റോ അതിൻ്റെ ഒരു താരനിബിഡമായ ഒരു സിനിമയൊന്നുമല്ല. അതൊക്കെ കൊണ്ട് ചിലപ്പോൾ ചെറുതായിരിക്കാം ഈ സിനിമ മറ്റ് സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഒരു സിനിമയുടെ വലിപ്പം ഈ അടുത്ത ആരോ പറഞ്ഞ പോലെ പ്രേക്ഷകരാണല്ലോ. ഋഷഭ് ഷെട്ടി പറഞ്ഞത് ഭയങ്കര പ്രേക്ഷകരാണ് ഒരു സിനിമ വലുതോ ചെറുതോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഈ സിനിമ അവരുടെ മുന്നിലോട്ട് നവംബർ 14 നമ്മൾ വെക്കാൻ പോകുന്നു. അവർ കണ്ടിട്ട് തീരുമാനിക്കട്ടെ ഇത് അർഹിക്കുന്നുണ്ടോ വലിപ്പം എങ്ങനെയാണ്. എന്നാൽ ഇവരുടെ എത്രയോ വർഷത്തെ സ്വപ്നമാണ്. 10-12 വർഷം മുന്നേ താര ചോദിച്ചൊരു ചാൻസാണ് അജയോട്. എപ്പോഴെങ്കിലും സിനിമ തുടങ്ങുമ്പോ താരയെ വിളിച്ചു. അന്ന് മോളെ നീ എത്രാം ക്ലാസ്സിലാ? അപ്പം അതാ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഒരു 12 വർഷമായി ഇങ്ങനെ സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അന്ന് ഞാൻ അജയ് ചേട്ടൻ ഇങ്ങനെ പുള്ളി ചെയ്ത ഒരു ഷോർട്ട് ഫിലിം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്ന് അന്നേരം ഞാൻ കണ്ട് സംസാരിച്ച് എപ്പോഴെങ്കിലും പടം ചെയ്യുമ്പോൾ ഒരു അവസരം തരണം എന്ന് പറഞ്ഞത് പുള്ളി 2022 അവർ ചെയ്യാൻ പോയപ്പോൾ അവർ ഓർത്തു. വലിയ കാര്യം. തീർച്ചയായിട്ടും നമ്മളെ സംസാരിക്കുന്ന ഒരു ശൈലിയില്ലേ. ഇപ്പൊ ഇടുക്കി ആ മേഖലയിൽ ഇപ്പൊ എൻ്റെ 1-2 കൂട്ടുകാരന്മാരുണ്ട്. അവര് സംസാരിക്കുമ്പോൾ ഭയങ്കര ലൗഡാണ്, ഭയങ്കര ഒച്ചയാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് സാധാരണ സംസാരിക്കുന്നത് ഇത്തിരി ഒച്ചയിലാന്ന് പറയാ. അതങ്ങനെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് കാര്യമാണ്. അത് എന്നാന്നറിയോ, ഇവിടെ മാത്രമല്ല, ഞാൻ അതിന് വ്യക്തമായിട്ടുള്ള ആലപ്പുഴയിലോ പരിസ്ഥിതിയായിട്ടാ ബന്ധം. കാട് പ്രദേശമാണ്. കാട് പ്രദേശത്തിൽ ഒരു വീട് പിടിക്കുവാണെങ്കിൽ 5 ഏക്കർ 6 ഏക്കർ സ്ഥലം ഒരാളുടെ ഒരു വീട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരാളുടെ വീട്, അവിടെ കഴിഞ്ഞിട്ട് വേറൊരാളുടെ വീട്. ഇത് തന്നെ നമുക്ക് കടപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുത്താം. എന്നറിയോ, കടപ്പുറം കാടിലെപ്പോഴും കൃഷ്ണ നീ വാടാ പിടിക്കടാ ഇങ്ങനെയൊക്കെയല്ലേ. ഞങ്ങളുടെ നാട്ടില്ല സുരേഷ് ഓക്കെയാണോ അങ്ങനെ ചോദിക്കുള്ളൂ. അതിൻ്റെ കാര്യം ആലപ്പുഴയിൽ എറണാകുളത്ത് ഒരാൾ തൊട്ടടുത്തടുത്തടുത്തൊരു വീടില്ലേ, മേഴ്സി സുഖാനടി ചേട്ടൻ പോയോ. അപ്പൊ ഇതാണ് നമ്മുടെ അകലത്തിന്റെ പരിസ്ഥിതിയാണ്. തോപ്രാൻകുടി എന്ന് വരുന്ന മമ്മൂക്കയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, മൈക്ക്. അതിന്റെ കഥ എഴുതി അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനോട് ചോദിക്കാം, അങ്ങനെയൊക്കെ ഒച്ച കൂടിയത്. അപ്പൊ ഞാൻ കടലും കൂട്ടിയല്ല പറഞ്ഞേ. കടലിൽ ഒച്ചല്ലേ പറയുള്ളൂ. ഏറ്റവും സൈലന്റ് ആയിട്ട് സംസാരിക്കുന്ന ആലപ്പുഴ ഭാഗത്ത് ഈ കരയെന്ന് അക്കരെ വിളിച്ചു പറയുന്ന പിന്നെ നമ്മള് സിനിമ കാണുമ്പോൾ പറയാൻ പാടില്ലേ,
സുരേഷേ ആ തോണിയും കൊണ്ട് വന്നേ കേൾക്കൂല എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ സിനിമയിലൊക്കെ എങ്ങനെ ആയിരിക്കും? സുരേഷേ ആ തോണിയും കൊണ്ട് വന്നേ, വള്ളം കൊണ്ട് പോകാ അങ്ങനെ പറയുള്ളൂ. ശരി ശരി ആണ് ഒരു പല ടൈപ്പ് ശബ്ദങ്ങൾ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ലെ സൈക്കിളെ കൂടെ മീൻ വിറ്റുകൊണ്ട് നടക്കുക, പച്ചമീൻ പച്ചമീൻ പച്ചമീൻ. അതല്ല, അതുകൊണ്ട് യോച്ചേപ്പിക്കുന്ന അറിയണ ആള് ജീവിതമാർഗം എന്ന ഒച്ച. സത്യം പിന്നെ എല്ലാത്തിനും ജീവിതമാർഗത്തിന് ഒച്ച എടുക്കണം. അത് ചിലപ്പോ ഒരു പച്ചമീൻ ചിലപ്പോ ഒരു സാധനമായി മാറും. സത്യം മീൻ മാത്രം കേൾക്കാനുള്ള വിളിയത്. ഒന്നിനെ കാണിച്ചത് മീനെ വിളിച്ചത് സ്റ്റൈലാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ മീൻ കച്ചവടത്തോടെ കളിച്ച് തീട്ട് വെച്ച് മീൻ ചേള ചൂര ആലും മേടിക്കും. അവൻ ചൊല്ലോട് ചേച്ചി ചാളകളി ചൂരകൾ മറ്റേ അങ്ങനെ വിളിച്ചു പറയണം. തീർച്ചയായിട്ടും. ആ ട്രെയിനിൽ ഒച്ച കൂടുതലല്ലേ, ട്രെയിനിൽ ഭയങ്കര ഒച്ച ഇങ്ങനെ പോകല്ലേ. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും രാജേഷ് ചേട്ടാ ഒന്ന് വിളിക്കണം കേട്ടോ. മോനറിയാം ഈ ചായ ഉപ്പനക്കാരനെ കേട്ടോ, എന്നെ അറിയാം, ഞാൻ വിളിക്കാം. മോന്റെ വീടിന്റെ അടുത്തുള്ള ആളെ ഞാൻ വിളിച്ചോണ്ട് വരുവാ. ഞാനിങ്ങനെ ഈ വിരൽ പൊങ്ങുമ്പം മോൻ ഈ വിരലല്ലേ ചോദിക്കുള്ളൂ, അത് പൊങ്ങുമ്പം രാജേഷ് ചേട്ടാന്ന് വിളിക്കണം കേട്ടോ. അപ്പൊ പറയാം കാപ്പി ചായ വടേ വടേ കാപ്പി ചായ വടേ. ആ രാജേഷ് ഇങ്ങോട്ട് വരണം. അല്ല എങ്ങോട്ടാ? ഓ അമ്മയ്ക്ക് തോന്നില്ലേ? അല്ലയോ, ഈ ഒച്ച അനുസരിച്ച് അവിടെ ഈ ട്രെയിനിന്റെ ഒച്ചക്കാണ് കാപ്പി വയ്ക്കുന്നത്. വടയൊക്കെ മോനെ അടുത്ത് കിട്ടിയില്ലേ, ഇവിടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചോദിക്കൂ. അപ്പൊ ഈ ഒച്ച അനുസരിച്ചാണ് നമ്മുടെ ഒച്ച. ഭയങ്കര ഒബ്സർവേഷൻ. ആ കറക്റ്റല്ലേ? ആ അവര് വേറൊരു കാര്യം കൂടെ തമാശയായിട്ട് പറഞ്ഞേക്കാം. ഹരിശ്ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഹരിശ്ചന്ദ്ര കണ്ടിട്ടില്ല. ഹരിശ്ചന്ദ്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫേമസ് കൂടല്ലോ ഹരിശ്ചന്ദ്ര. സത്യമാഷ് തിക്കുറിച്ചിനകത്ത് മറ്റേ പാട്ട് ഫേമസ് പാട്ടാ ആത്മവിദ്യ. അപ്പം ഈ തിക്കുറിച്ചൻ അതിനകത്ത് വേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ശ്മശാനത്തില് ഇത് കത്തിച്ചളയുന്ന. അപ്പൊ രാത്രിയൊക്കെ അവരവിടെയാ ഒരു കരിമ്പിടവും പോയിച്ചുകൊണ്ട് ഒരു ഷെഡുണ്ട്. ആ ഷെഡിനകത്ത് എന്നിട്ട് പല ശവങ്ങളല്ലാത്തണേ അത് കത്തിയോ അതിൻ്റെ കുത്തിയിടുക, അതിൻ്റെ വിറവ് കുത്തിയിടുക, അങ്ങനെയായിട്ട് ഈ ദയിപ്പിക്കുന്ന ഒരു ആ ഷെഡിൽ താമസിക്കുന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ കഥയാണ്. അങ്ങനെ അങ്ങനെ അപ്പം അതിനകത്ത് ആ കത്തിക്കുന്നതാണ്. അപ്പം ഇതുപോലെ തന്നെ വിറവ് പൊക്കുമ്പോൾ മോൻ എന്നോട് ചോദിക്കണോട്ടോ, ഇങ്ങനെ വിറവ് പൊക്കുമ്പം ചേട്ടൻ അങ്ങോട്ട് പോകാന്ന് ചോദിക്കണം. അല്ലെ അപ്പാപ്പനോ അല്ലെ എന്തേലും വയസ്സുള്ള ആളാണ്. അപ്പം നോക്കിക്കോളൂ, ഹരിശ്ചന്ദ്രൻ്റെ തിക്കുറിച്ചേട്ടനെ അഭിനയിക്കുക. ആത്മവിദ്യാലയമേ അവനിയിലാത്മവിദ്യാലയമേ ഇക പരശ്രുതം വന്നിട്ട് ഞാൻ എപ്പോഴത്തെ മുഖത്ത് തോറ്റ് വന്നിട്ട് അങ്ങോട്ട് പോകും. ഇത് നോക്കോ, ഇത പരസുഹൃതം പാടിയേക്കണ വേറെയാണ് വർത്താനം പറയണെങ്കിൽ ദാസേട്ടൻ എന്നെ ഇങ്ങനെ പഠിക്കണ അല്ല ആത്മവിദ്യാലയം പഠിക്കണേ എം രാജ അങ്ങനത്തെ ഉള്ള ആളാ. പക്ഷെ ഇതാണ് ഈ പാട്ട് പാടിയ ആള് നല്ല ഡീസൻ്റായിട്ട് പാട്ട് വരിക. ഇഹപരസുഹൃതം ജീവിത വനയിൽ അങ്ങോട്ട് വേണ്ട അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് ഈശ്വര സത്യം കണ്ടോ. അന്ന് സിനിമയ്ക്ക് അനുമതി വേണേ ഇന്ന് നടക്കുമത് നടക്കില്ല. സത്യം ഇന്ന് നടക്കും. ഇന്ന് വിമർശിക്കല്ലേ തീർച്ചയായിട്ടും. അതാണ് ആ സിനിമ ഈ സിനിമ വ്യത്യാസം. നമ്മുടെ അതുപോലെ തന്നെയല്ലേ നമ്മുടെ ശബ്ദങ്ങൾ ഇപ്പോൾ ഓരോ നാട്ടിലും ഓരോ മോഡുലേഷനല്ലേ. ഇപ്പോൾ എന്താ പറയുക, മോഡുലേഷൻ മാറ്റി വെക്കുക, ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ പിന്നാമ്പുറം എന്ന് പറയുന്നത് ചില സ്ഥലത്ത് ബയ്യപ്പുറം, അങ്ങനെ കുറേ മാറ്റങ്ങൾ. അതെപ്പോഴെങ്കിലും ആർക്കെങ്കിലും
ലൈഫിൽ കണക്ട് ആയിട്ടുണ്ടോ? ഞാൻ റിംഗ് മാസ്റ്റർ ചെയ്യുമ്പം ഞാൻ അവിടെ ഒരു വലിയ വീട്ടിൽ ഷൂട്ട് നടക്കുക. അപ്പം ഞാൻ അവിടെ മാറി നിന്ന് സേർട്ട് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ മാനേജർ കൂടെയുള്ള മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പുള്ളി അതിനെതിരാണ്, പേഴ്സണലി ഭയങ്കര എതിരുള്ള ആളാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ അവൻ്റെ ഡയലോഗ് കുഞ്ഞിരാമായണത്തിൽ ധ്യാൻ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ കണക്ട് ചെയ്യും. അപ്പം ബോസേ വലിയ വീട്, ഞമ്മനാ വലിയ വീട് മുതൽ ഇതിൻ്റെ ഓണർ ഗൾഫിലാണ്, ഞമ്മനാ ഗൾഫിലാണ്, എനിക്കിത് ബോധറേഷൻ ഇല്ല. ഇവൻ പക്ഷേ ഇതിൽ അവൻ്റെ സ്വപ്നത്തിലൊരു വലിയ വീട് പണിയണമെന്നുണ്ടാവാം. അപ്പോൾ അവൻ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ഗൾഫിൽ പോ, വലിയ വീട് പണിയാമല്ലോ. ഇല്ല ബോസേ, എൻ്റെ ഗൾഫ് എറണാകുളം, എൻ്റെ അറബി ബോസും അത്. ഇതാണ് ധ്യാൻ, ദേശമാണ് എൻ്റെ ദുബായ്, കുട്ടേട്ടനാണ് എൻ്റെ അറബി. ബേസിൽ ഇതാണ് ഇതിൽ നിന്ന് എടുത്തത്. ഇതെല്ലാം അനുമായി കഴിഞ്ഞാൽ ഷോട്ട് വിളിക്കുന്നു, ആ ബോസേ സിഗരറ്റ് ചാട്. ഞാൻ പറഞ്ഞു ആദ്യം എനിക്ക് മനസ്സിലായില്ല, സിഗരറ്റ് ചാട്. ഞാൻ പറഞ്ഞു ഈ മതിലെടുത്ത് ഞാൻ ചാടാനോ? സിഗരറ്റ് കളയാൻ. നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയില്ലേ നിങ്ങൾ കണ്ടു നോക്ക്, ശ്രീനിവാസൻ ചേട്ടനും ലാലേട്ടനും കൂടെ കൂടി ആരോ തല്ലി, ആരോ അറിയാത്തവർ തല്ലി എന്നാണ് പറയണത്. ആരാ തല്ലിയേ എന്ന് ചോദിക്കുന്നു, എനിക്കറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ കനവരനാഥൻ സാറില്ലേ ആൾ വന്നിട്ട് ഇടപെട്ടിട്ട് പറയുന്നുണ്ട്, ആര് തല്ലിയാലും അതിന് നമ്മൾ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് വിട്ടേ, എന്നാൽ ഞാൻ നിൽക്കട്ടെ എന്ന് പടം കണ്ടു നോക്കൂ. എന്നാൽ ഞാൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഷയിൽ ഞാൻ പോട്ടെ എന്നാ. ഓ അങ്ങനെ നമ്മളെ ഇവിടെ നിർത്തി ഞാൻ പറയാ മോനെ എന്നാൽ നിൽക്കട്ടെ എന്ന് എന്നാൽ ശരി ഇരിക്കുന്നു പറഞ്ഞ് കസേര നിങ്ങൾ പടം കണ്ടു നോക്കൂ, ഞാൻ നിൽക്കട്ടെ എന്നാ. പലരോട് ചോദിച്ചു, നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ പോട്ടെ എന്നാ. അങ്ങനെ പല സ്ഥലത്തും പല പ്രശ്നമുണ്ടെന്നേ, പല കൊളോക്കിയൽ, അതായത് സിനിമയിൽ ശരിക്കും കൊളോക്കിയൽ ഭാഷയാണ് കൂടുതൽ ഉപയോഗിക്കണേ അല്ലേ. ചില സിനിമയിൽ അവിടുത്തെ ഭാഷയായിട്ട് ആ പിന്നെ ഡയറക്ടർക്ക് ഭയങ്കര വാശിയായിരിക്കും, അങ്ങനെയാണോ. ഞാൻ തന്നെ സംസാരിച്ചിട്ടുണ്ട് ചിലരോട്, സാറേ അത് എല്ലാവർക്കും അറിയില്ല സാറേ, കാസർഗോഡുള്ള സാർ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇടുക്കിയിലുള്ള എനിക്ക് മനസ്സിലാവില്ല, അപ്പോൾ കൊളോക്കിയലായിട്ടൊരു സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. അങ്ങനെയുള്ള പടം പൊട്ടിയും പോയിട്ടുണ്ട്. ആർക്കും ഒന്നും അറിയാൻ പാടില്ല, എന്തൊക്കെ ഭാഷ പറഞ്ഞു വെച്ചാൽ കാര്യം നടക്കും. ഒരു യൂണിഫോമിറ്റി നല്ലത്, കൊളോക്കിയൽ ഭാഷയുണ്ട് സിനിമയ്ക്ക്. എല്ലാ 14 കൊമേഴ്ഷ്യൽ മാസ് സിനിമയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ മനസ്സിലാവുന്ന ഒരു ഭാഷ പിന്നെ പിടിക്കുന്നതാണ് ബെറ്റർ. ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞ സാറ് പറഞ്ഞ എന്നാ ആദ്യം പറഞ്ഞ ചാടെന്ന് പറഞ്ഞില്ലേ, ചാടെന്ന് പറഞ്ഞാൽ കളയാനല്ലേ, കളയാന്ന ഉദ്ദേശിച്ച ചാടെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് ചാടും. മതിലിന്റെ അവിടെ നിൽക്കുമ്പോ ചാടാൻ നമ്മള് തൃശ്ശൂർ അങ്ങനെ ചാട്. ആദ്യം സിഗരറ്റ് ചാടാൻ പറഞ്ഞില്ല, മതി ബോസ് ചാടാനാ പറഞ്ഞേ ഷോട്ടിന് വിളിക്കുന്ന പറഞ്ഞപ്പോ. അപ്പൊ നമ്മൾ ചാടാനോ വരുമ്പോ അവരൊക്കെ മരുന്ന് കഴിക്കാന്നല്ലേ, മരുന്ന് കുടിക്കാന്ന് പറയും. നമ്മള് മരുന്ന് കഴിക്കാന്നല്ലേ പറയും, മരുന്ന് കഴിക്കുക, മരുന്ന് കുടിക്കാന്ന് പറയും. പാനീയങ്ങളില്ലേ, പാനീയങ്ങളെല്ലാം കുടിക്കാനല്ലേ പറയുള്ളൂ. നീ മുന്തിരി ജ്യൂസ് എടുത്ത് കുടിക്കുക, നീ മുന്തിരി ജ്യൂസ് എടുത്ത് കുടിക്കുക പറയും. നീ മുന്തിരി എടുത്ത് കഴിക്കുന്നവരോട് മുന്തിരി എടുത്ത് കഴിക്കാനേ പറ്റുള്ളൂ, കുടിക്കാൻ പറ്റും. എന്നോട് ടാബ്ലറ്റ് ഗുളിക കുടിക്കാനോ, ഗുളിക കുടിക്കാനോ, ആ ഗുളിക കുടിക്കുന്ന പറയുന്നത് തെറ്റാ. പക്ഷെ അത് ചില സ്ഥലങ്ങളിൽ ഗുളിക കുടിക്കുന്ന പറഞ്ഞാൽ തെറ്റാ. മരുന്ന് കുടിക്കാൻ പറഞ്ഞാൽ മരുന്ന് കുടിക്കുക, അവനെ വിളി, അവൻ പറഞ്ഞ മുഴുവൻ തെറ്റാപ്പോ. മരുന്ന് കുടിക്കുക, ഗുളിക കഴിക്കുക, അങ്ങനെയാ പറയണത്. അതായത് ഖരപദാർത്ഥങ്ങൾ കഴിക്കൂ, പാനീയ വസ്തുക്കൾ കുടിക്കൂ എന്നുണ്ടാക്കിയ കവിയാണ് ആമോസ് അലക്സാണ്ടർ ചാമുണ്ടി. രാവിലെ തൊട്ട് ഇത് നോക്കിയല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒന്ന് നമ്മുടെ സിനിമയിലേക്ക് ഒന്നും കൂടി തിരിച്ചു വരാം. അപ്പൊ എന്തായാലും സിനിമ ഇനിയിപ്പോ തിയേറ്ററിലേക്ക് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ട്രailer കണ്ടപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് ഉണ്ടാവും സാധാരണ ഓരോ ട്രailerലും ഒന്ന് ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് മുകളിലോട്ട് പോകുന്നത് ഒരു ത്രില്ലർ നമ്മൾ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാ തരം ഓഡിയൻസിനും കണക്ട് ആവുന്ന ഒരു സിനിമയല്ലേ വിജിത? അതായത് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ത്രില്ലേഴ്സ് വളരെ ഇഷ്ടപ്പെടുന്ന സമൂഹമാണ് ഇന്ത്യ മുഴുവൻ, പ്രത്യേകിച്ച് കേരളം. നമുക്കിവിടെ എണ്ണം പറഞ്ഞ് നല്ല ത്രില്ലറുകൾ വന്നിട്ടുള്ള നാടുമാണ്, അതിനെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരുള്ള നാടാണ്.
അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എൻഗേജിങ് ആയിട്ട് മാറി തോന്നുകയാണെങ്കിൽ ആമോസ് അലക്സാണ്ടർ തീർച്ചയായിട്ടും സ്വീകരിക്കപ്പെടും. അപ്പോൾ അതിനുള്ള ചേരുവകളൊക്കെ അദ്ദേഹം നിരത്തിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഒരു കോംപ്ലക്സ് ഇതൊന്നുമല്ല, ലീനിയറിലൂടെ കഥ പറയുന്ന ഒരു സിമ്പിൾ ഒരു സ്റ്റേറ്റാണ്. ആ അവസ്ഥ അവർ പറഞ്ഞേക്കുന്ന നെറേറ്റീവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ കഥാപാത്രം വളരെ ഇഷ്ടത്തോടെ ഞാൻ ചെയ്തതാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ പറയുന്ന പോലെ ഇന്ന് വരെ ചെയ്യാത്ത, ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ പിന്നെ സത്യസന്ധമായിട്ട് അത് ചെയ്തിട്ടില്ല എന്ന് പറയാമല്ലോ. അടിപൊളി. അപ്പം അതുകൊണ്ടായിരുന്നു ഞാനത് ചെയ്തത്. ജാഫർക്ക് ഇന്ന് വരെ പുള്ളിയും ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഈ കുട്ടി പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഇന്ന് വരെ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാമിലി ഒന്നും പേടിക്കൊന്നും വേണ്ട. പടം ഫാമിലി നമ്മളിപ്പം നമുക്കിത് UA ഉള്ളൂ 16+. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പിള്ളേരൊക്കെ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും കാണുന്നുണ്ട്. അത് വരെ ഇല്ല ഈ പടത്തിൽ. പെൺമക്കളൊക്കെ ഉള്ള സെൻസർ ബോർഡ് 16 ഒന്നും നോക്കാനില്ല. പെൺമക്കളൊക്കെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഈ പടം കാണണം. കഴിഞ്ഞാൽ ഈ കൊച്ചനുഭവിച്ച വേദന യാതനയൊക്കെ അത് അറിയണം. മൊത്തത്തില് ഈ പടം കാണേണ്ട പടമാണ്. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം പലർക്കും ഇപ്പൊ നമ്മുടെ സേതുരാമയ്യറൊക്കെ ഇഷ്ടപ്പെട്ടു വന്ന ഒരു ജനറേഷൻ ഉണ്ട്. അവർക്കൊക്കെ ഇപ്പൊ ചെറിയൊരു ടെൻഷൻ ഉണ്ട്, പോയി കഴിഞ്ഞാൽ അതിൽ കുറച്ച് അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ, നമ്മൾ പോണോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അതും കൂടി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഇന്നത്തെ സെൻസർ ബോർഡിന്റെ ഒരു സ്ക്രൂട്ടണി വളരെ സ്ട്രിക്റ്റ് ആണ്. പിന്നെ അവർ 16+ പറയുകയാണെങ്കിൽ UA ആണ്, അല്ലെങ്കിൽ അവർ തന്നെ തരണ്ടേ. അല്ല, ഇത് കാണണമെന്നേ, കുടുംബസമേതം കാണണം. ഇത് കുറച്ച് പഠിക്കാൻ നമ്മുടെ ലോക UA അല്ലായിരുന്നു. അതെ അതെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമ്മളെല്ലാവരും തിയേറ്ററിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇനി ഇതിന്റെ സക്സസ് പാർട്ടിക്ക് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഓക്കെ ഓക്കെ. അപ്പം മോനൊക്കെ കൂടെ സഹകരിക്കണം. ഉറപ്പായിട്ടും, തീർച്ചയായും. ആൾക്കാരുള്ള സിനിമയല്ല, ഒരു കുഞ്ഞു സിനിമയാണ്. ഞങ്ങളൊക്കെയാണ്. തീർച്ചയായും. മഞ്ജു ചേച്ചി പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്കില്ല ഞങ്ങൾക്ക്. ഒന്നാമത്തെ കാര്യം. 2 നമ്മൾ എൻ്റെ കൂടെ. ഓക്കെ, താങ്ക് യു.